മഞ്ഞ് പോലെ. എന്ത് സൂം ചെയ്യാനാ? ആരെങ്കിലും സൂം ചെയ്യാം. മഞ്ഞിനെ സൂം ചെയ്യണം. പരിപാടി ആ കുട്ടി ഉറങ്ങുന്നു. എല്ലാവരും ഉറങ്ങുന്നു. തെറി പറയാ ആരേലും. കണ്ടോ ഇവിടെ നിന്ന് എടുത്തരാന്ന് പറയാൻ ഫോട്ടോ. ഓൾ ഇന്ത്യ നോ സൈലന്റ് ക്യാമ്പ് NCC ഡയറക്ടറേറ്റ് മഹാരാഷ്ട്ര. All the best, Neha. Last channel full Sarang hai. All the best. ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഓൾറെഡി പോകാൻ വല്ലാണ്ടായി. എന്താണ് പറയാനുള്ളത്? ഫസ്റ്റ് കിട്ടിയതിന്റെ സന്തോഷത്തിൽ എന്റെ പൊന്ന് കേക്കാൻ ഒരു മൈക്ക് കൊണ്ടുവരണല്ലോ. പ്രതീക്ഷിച്ചിരുന്നു. മൈക്ക് സൂം ചെയ്യണം. എന്തായിരുന്നു, പ്രതീക്ഷിച്ചിരുന്നോ ഈ ഒരു നേട്ടം? ഒരിക്കലുമില്ല. പിന്നെ ഞാൻ വിചാരിച്ചത് ഞാനാണ് ആ ടീം കൊണ്ട് കൊളവാക്കിയത്. പിന്നെ സത്യം വന്നപ്പോ എല്ലാരും ഹാപ്പി. ഞാൻ അടിപൊളിയായിട്ട് ചെയ്ത് എല്ലാവരും എന്നോട് ചോദിച്ചപ്പോ എനിക്കറിയില്ല, ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്കൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവിടെ ഞാൻ ചെയ്തപ്പോൾ അതിൽ മാത്രം പറഞ്ഞു മറ്റേ ആപ്ലിക്കേഷൻ്റെ സ്ഥലത്ത് അതിങ്ങനെ ആ ടണ്ണിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ടണ്ണിൻ്റെ ആ സാധനം പോയിട്ടുള്ളത് അതിൽ കണ്ടെന്ന് പറഞ്ഞു. ഞാനതൊന്നും കണ്ടിട്ടില്ല. എൻ്റെ കണ്ണിനെന്തോ പ്രശ്നമുണ്ട്, ദൂരത്തിൽ കാണാൻ പറ്റുന്നില്ല. എന്നിട്ട് അപ്പോൾ ഒട്ടും ഞാൻ വിചാരിച്ചില്ല, മൊത്തം പോയി എന്നാണ് വിചാരിച്ചത്. ഫയറിങ് ഫസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു സമാധാനം. പിന്നെ ഇത് ഞാൻ പൊട്ടുമെന്ന് വിചാരിച്ച ആളാണ് ഗൈസ് ഗോൾഡ് മെഡലുമായി തിരിച്ചു വന്നത്. കേരളത്തിന്റെ അഭിമാനമായി സ്നേഹ പ്രശാന്ത് ഫ്രം കോട്ടയം ഗ്രൂപ്പ്. ഇത് കണ്ടൊന്നും മനസ്സിലാവില്ല, പക്ഷെ ഫയറിങ്ങിന്റെ സ്കോർസിൽ നമ്മളാണ് ഫസ്റ്റ്. അതിന് മേജർ റീസൺ ആണ് ഇവിടെ ഇരിക്കുന്ന സ്നേഹ പ്രശാന്ത്, പിന്നെ വേറെ 3 ആൾക്കാർ. ഒരു ട്രോഫി ഇട്ടിരുന്നു, അന്ന് കാണണ്ടായിരുന്നു. ഒരു ഫയറിന് ഒരു ട്രോഫി ഓ വീഡിയോയോട് പറയുവാണോ? ഓ നാച്ചുറൽ. ഞാനും കണ്ടായിരുന്നല്ലോ, ഒരു വേറെ ട്രോഫി ഉണ്ടായിരുന്നു. ഒരു ഭയങ്കര, അതായത് ഒരാൾക്കൊക്കെ പിടിക്കാൻ അത്രയും കനമുള്ളൊരു പിടിച്ചില്ല. ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കാൻ ബാക്കി കിടക്കണേ ഉള്ളൂ. എല്ലാവരും തിരിച്ചു കാണാം, എന്നാലും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പറ്റും. അതവരിങ്ങനെ അവിടെ വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നടക്കൂല, പറഞ്ഞു വിടണം. പിന്നെ സ്റ്റോറി സ്റ്റാറ്റസ് എല്ലാം സന്തോഷമായി. ഡയറക്ടറേറ്റില് എവർ റോളിംഗ് ട്രോഫി ഇട്ടിരിക്കുകയാണ്. എവർ റോളിംഗ് ആണോ? കഴിഞ്ഞ വർഷം നോക്കായിരുന്നു ഫസ്റ്റ്. അത് വേറെ ഡയറക്ടറേറ്റിന് കൊണ്ടുവന്നെയാ. ഓ അങ്ങനത്തെ ട്രോഫി അത്. ഓ പക്ഷെ ഒരു വർഷം ഫുള്ള് നമുക്ക് വെക്കാൻ കഴിയില്ല. നിങ്ങളെടുക്കോ അതോ 7K വെക്കാം? ഓ തിരുവനന്തപുരം, ശരിയാ. അപ്പോൾ അതിന് ഫസ്റ്റ് കിട്ടി നമുക്ക്. പിന്നെ ഡ്രില്ലിനും ഫസ്റ്റ് കിട്ടി നമുക്ക്. ഹെൽത്ത് ആൻഡ് ഹൈജീനിന് 2nd കിട്ടി. സെമാഫോറിന് 3rd കിട്ടി. ബാക്കിയെല്ലാം കുറച്ച് കുറഞ്ഞു പോയി. അപ്പോൾ നമ്മളിപ്പോൾ ഓവറോൾ 2nd പൊസിഷനാണ് ഗൈസ്. പക്ഷെ അതെന്തും മാറാം, എന്തും സംഭവിക്കാം ഏത് നിമിഷം. ഇപ്പോൾ ഇതിൽ വരാത്ത സ്കോർസാണ് സർവീസ് എക്സാം, ബോട്ട് പുള്ളിങ്ങും ഷിപ്പ് മോഡലിങ്ങും. ഏറ്റവും കൂടുതൽ മാർക്കുള്ള 3 സാരി 200 പോയിൻറ്റ്, 230 പോയിൻറ്റ്, പിന്നെ 200 പോയിൻറ്റ്. അപ്പോൾ എന്തും അതിൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും എന്തും സംഭവിക്കാം അല്ലേ? എല്ലാ കണ്ണുകളും ഷിപ്പ് മോഡലിങ്ങിലും സർവീസ് സബ്ജക്റ്റിലേക്കും. സർവീസ് സബ്ജക്റ്റ് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, കാരണം ക്വസ്റ്റ്യൻ പേപ്പർ അത്ര ഈസി ആയിരുന്നു. പക്ഷേ അത്
എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ, ഞാൻ അങ്ങനെ തന്നെ ഇത്ര ഈസി ആയിരിക്കും. സോ വി കാൻ പ്രഡിക്റ്റ് വാട്ട് വിൽ ഹാപ്പൻ. ഇപ്പോൾ ഏത് നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഏത് ഡയറക്ടറേറ്റാണ് ജി കെയിൽ കൂടുതൽ ഫോക്കസ് ചെയ്തത്, അത് ആൻസർ ചെയ്യാൻ പറ്റിയത് അവർക്കായിരിക്കും. ഒന്നും പറയാൻ പറ്റില്ല ഗൈസ്, ഒന്നും പറയാൻ പറ്റില്ല. എനിത്തിങ് ക്യാൻ ഹാപ്പൻ. ഷിപ്പ് മോഡലിങ്ങും വലിയൊരു പങ്ക് ചേരും നമ്മുടെ പൊസിഷൻ തീരുമാനിക്കാൻ. 200 പോയിൻ്റാണ് അതിന്. പിന്നെ ബോട്ട് പുള്ളിങ്ങും ഓൾറെഡി കയ്യിൽ നിന്ന് പോയി അൺഫോർച്ചുനേറ്റ്ലി. പക്ഷെ കുഴപ്പമില്ല, ഇനിയുണ്ട് വേറെ 2 എണ്ണം. ഓക്കെ, ഇനി കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം. ശുഭദിനം.